കാസിമീറോ മിഡ്ഫീൽഡ് മജീഷ്യൻ. പുള്ളി ഇന്നലെയും തൻ്റെ ഹെഡ് ഗോളിലൂടെ ഫോം തുടരുകയും യുണൈറ്റഡ് 2-1 വിജയിച്ച് കയറുകയും ചെയ്തു. പുള്ളിയെ പോലൊരു മധ്യനിര കളിക്കാരനെ കിട്ടിയതിൽ യുണൈറ്റഡ് ഇന്ന് വളരെ സന്തോഷവാനാണ്. കാരണം യുണൈറ്റഡിൻ്റെ കുതിപ്പിൽ ഏറ്റവും നിർണായക പങ്കുവച്ച ഒരാളാണ് കാസിമീറോ. ബ്രസീലിയൻ താരമാണ്. ഈ ലോകകപ്പിന് ഒരുങ്ങുന്ന ബ്രസീൽ ടീമിനും കാർലോ ആഞ്ചലോട്ടിക്കും ഒരു അപ്പർ ഹാൻഡ് നൽകുന്നതാണ് കാസിമീറോയുടെ ഈ ഫോമും ഈ പ്രകടനവും. അദ്ദേഹത്തിൻ്റെ സെറ്റ് പീസിൽ നിന്നുള്ള നേടുന്ന ഗോളുകൾക്കുള്ള ഒരു കഴിവ് ഇന്നലെയും അദ്ദേഹം തുടർന്നു. അദ്ദേഹത്തിൻ്റെ ചിറകിലേറി യുണൈറ്റഡ് ഇന്നലെ വിജയിച്ച് കയറി ബ്രെൻഫോർഡിനെതിരെ 2-1. അദ്ദേഹത്തിൻ്റെ ഒപ്പം സെസ്കോയാണ് യുണൈറ്റഡിന് വേണ്ടി 2ാം ഗോൾ നേടിയത്. അവസാനം ബ്രെൻഫോർഡ് ഒരു ഗോൾ തിരിച്ചടിച്ചെങ്കിലും യുണൈറ്റഡിൻ്റെ വിജയത്തെ തടുക്കാനായില്ല. ഈ വിജയത്തോടുകൂടി യുണൈറ്റഡ് EPLൽ 3ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. മിഡ്ഫീൽഡ് മജീഷ്യൻ ഈ സീസണോടുകൂടി യുണൈറ്റഡിനോട് യാത്ര പറയുമെന്ന് നേരത്തെ തന്നെ കാസിമീറോ തീരുമാനിച്ചിരുന്നു. മാനേജ്മെൻറ്റും ക്ലബ്ബും കോച്ച് പോലും പറഞ്ഞു കാസിമീറോ പോകരുത്. പക്ഷേ കാസിമീറോ പറഞ്ഞു, ഞാൻ ഓൾറെഡി ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. ഈ സീസൺ എൻ്റെ അവസാന സീസണായിരിക്കും യുണൈറ്റഡിൽ. അപ്പോൾ അദ്ദേഹം അത്ര അടിപൊളിയായിട്ടാണ് അവസാന സീസണാണെങ്കിലും കളിക്കുന്നത്. ഈ പ്രായത്തിന് വെല്ലുന്ന പ്രകടനമായാണ് അദ്ദേഹത്തിൻ്റെ ഓരോ റണ്ണും ടാക്കിളുകളും എല്ലാം. ഇന്നലെ മാത്രം അദ്ദേഹം 11 ടാക്കിളുകളാണ് ബ്രെൻഫോർഡിനെതിരെ ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ തന്നെ സെക്കൻഡ് റെക്കോർഡായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. ഇതിനു മുമ്പ് അദ്ദേഹം റയൽ മാഡ്രിഡിൽ കളിക്കുമ്പോൾ 12 ടാക്കിൾ ഒരു കളി ചെയ്തിരുന്നു. അതിനുശേഷമുള്ള ഏറ്റവും മികച്ചൊരു മത്സരമായിരുന്നു ഇന്നലെ കാസിമീറോ പുറത്തെടുത്തത്. എന്തിനു പറയണം, ആ ഗോളിനെ തന്നെ നോക്കണം. 3-4 ഡിഫൻഡേഴ്സിൻ്റെ തലയിൽ മുകളിൽ കൂടെ ചാടിയിട്ടുള്ളൊരു ഹെഡർ. അവിടെയാണ് ബോക്സിൽ കാസിമീറോ ഉണ്ടെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസ് ഒത്തിരി ഹാപ്പിയാണ്. പുള്ളി മാക്സിമം സെറ്റ് പീസുകളിലെ ബോളുകൾ കാസിമീറോ എവിടെയോ അവിടേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുക. കാരണം അദ്ദേഹത്തിന് ഉറപ്പുണ്ട് കാസിമീറോ അവിടെ ഉണ്ടെങ്കിൽ വല ചലിക്കുമെന്ന്. അത് ഇന്നലെയും തുടർന്നു. അപ്പോൾ യുണൈറ്റഡ് കാസിമീറോയുടെ ചിറകിലേന്തി ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.